പാറിമായം. അഞ്ഞൂറ് പേരെ ഇതെങ്ങനെ ചുരുക്കി വിളിച്ചാലും 600 കഴിയും. എങ്ങനെ അവസാനിക്കും? അച്ഛാ, മന്മഥേട്ടൻ പറഞ്ഞേ കാറ് ബുക്ക് ചെയ്യാൻ പോകുമ്പോ ഏട്ടനെ ഇവിടെ വിളിക്കണമെന്ന്. കാറ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത്രയും നട്ടലില്ലാത്തൊരു തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ചിണങ്ങാതെ അകത്തോട്ട് പടി. എന്താന്നേ തുടങ്ങിയില്ല രണ്ടും കൂടി വാർത്താനം പറയിപ്പിക്കാന്നുണ്ട്. എന്താ ശീതളായിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? അവൾക്ക് കാറുണ്ടാക്കി കൊടുക്കണോന്ന്. കാറ് എന്റെ ദൈവമേ, കല്യാണം ആലോചിച്ചപ്പോ തുടങ്ങിയതാ പ്രാക്ക് നേർച്ചേ. എങ്ങനെ പ്രാകാതിരിക്കൂടി? ഒരു നേരെ ചൊവ്വുള്ള ഒരു ബന്ധം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഒരു കുറച്ച് സമയം എനിക്ക് തന്നിരുന്നെങ്കിൽ. അതിന് മുമ്പേ പോയി കൊളത്തിയില്ലേ? എന്നാ എന്തായാലും പോയി കേറി ഇത്തിരി വകതിരിവുള്ള ഏതെങ്കിലും ഒരുത്തനെ. എങ്ങനെ തോന്നി എന്റെ പൊന്നുമോളെ നിനക്ക് ഈ കോന്തന്റെ പിന്നാലെ നടക്കാനായിട്ട്? അതെ, നിങ്ങളുടെ കയ്യിൽ കാശില്ലാന്ന് പറഞ്ഞ് കണ്ടി കണ്ട ചെറുക്കന്മാരെ കുറ്റം പറഞ്ഞാ പോരാ, എച്ചി കണക്കും പറഞ്ഞോണ്ടിരിക്കുക അവിടെ. ആടി, ഞാൻ എച്ചി കണക്ക് പറയുന്നതാണ് ഇപ്പൊ പ്രശ്നം. ഒരു കാർ ചോദിച്ചതിനാണോ നിങ്ങൾ ഈ കിടന്ന് കേൾപ്പിക്കുന്നത് മുഴുവൻ? ഒരു കാറ് ചോദിച്ചതിനായിരുന്നോ? ഇവിടെ കാറല്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ ഈ സ്ഥലവും പറമ്പും എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം? ഒരു മോളല്ലേ ഉള്ളൂ, അവൾ അന്തസ്സായിട്ട് അങ്ങ് കെട്ടിച്ചു വിട്ടാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം? അയ്യടാ, ഇപ്പൊ ഈ ഒരു മോൾക്ക് വേണ്ടിട്ട് ഞാൻ സമ്പാദിച്ചു മുഴുവൻ അങ്ങോട്ട് വിറ്റ് പെറുക്കി കൊടുത്തിട്ട് ഞാൻ വല്ല ആത്മഹത്യം ചെയ്തോട്ടെ? പിന്നെ മക്കളെ കെട്ടിച്ചു വിടുന്നത് എല്ലാവരും ആത്മഹത്യ ചെയ്യാണല്ലോ. നിങ്ങളെ പോലെയല്ലേ അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ നായര് 3 പെമ്മക്കളെ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടല്ലോ. എങ്ങനെയാ ഇന്ന് ഇവിടെ കൂടി കെട്ടിച്ചു വിടാൻ പറയടി. അവിടെ തന്നെ ഗോപാലൻ നായരല്ല. അല്ല, നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നല്ല. എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇറങ്ങിക്കോളും കുറെ മുട്ടായിരിക്കാനായിട്ട്. 2 എണ്ണം കിടന്ന് മോങ്ങാതെ എനിക്ക് പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്നിട്ടാ. എടി, ഈ ബന്ധമായിട്ട് ഇവൻ വന്നപ്പോ ആദ്യം ഇവര് പറഞ്ഞ എന്താ? ഇവര് വീട്ടുകാർ പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി. പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കൈ നിറച്ച് ശ്രീധരം വേണോന്ന്. ശരി, അതും ആവട്ടെ. അതും കഴിഞ്ഞപ്പോ പറയണ അങ്ങനെ ഇങ്ങനെയൊന്നും കല്യാണം നടത്തരുതേ, ഞങ്ങൾക്ക് മാനക്കേടുണ്ടാക്കരുതേ. ഇപ്പൊ അതിന്റെ കണക്കും കൂട്ടിയിരിക്കാ ഞാൻ. ഇനിയിപ്പോ കാറുണ്ടാക്കി കൊണ്ടുവന്നിരിക്കണം എന്റെ. എനിക്ക് ഇപ്പഴാ നിങ്ങളുടെ തനി സ്വഭാവം മനസ്സിലായത്. നിങ്ങൾ ഈ പെങ്കൊച്ചിനെ ദാനത്തിന് കെട്ടിച്ചു വിടാൻ വേണ്ടി ഇരിക്കായിരുന്നല്ലേ? അങ്ങനെ വല്ല ധർമ്മ കല്യാണം നടത്താൻ ഉദ്ദേശിക്കും. ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചോ. തള്ളനെ കൂടി വിളിച്ചോണ്ടോ? എന്നിട്ട് ഞാൻ പോയിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ ഒറ്റക്ക് കിടന്ന് സുഖിക്കാൻ. ശീതളേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പുറത്ത് ഗോപാലൻ നായർ നടത്തിയതിന്റെ ഇരട്ടി ഭംഗിയായിട്ട് നമ്മുടെ മോളുടെ കല്യാണം നടത്തണം. കല്യാണം ഒന്നേ ഉള്ളൂ. അങ്ങനെ വരട്ടെ, നിനക്ക് നാട്ടുകാരെ കല്യാണം കാണിക്കണം. അതെ എടി, അയാള് ഗൾഫുകാരനാ. അയാള് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണം അയാളുടെ കയ്യിലുണ്ട്. ഞാനോ? നിങ്ങളെ ഞാനിവിടെ കെട്ടിയിട്ടേക്കായിരുന്നു ഗൾഫിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നെ ഗൾഫിൽ വിട്ട് നീ ഇവിടെ കിടന്ന് സൂഹിക്കണ്ട. സൂഹിക്കണ്ടെങ്കിൽ വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണം എങ്ങനെയാണെങ്കിലും ആർഭാടായിട്ട് നടത്തണം. അതിനെന്താ വഴിയെന്ന് വെച്ചാൽ കണ്ടോ, നീ വന്നിരി. എന്റെ ദൈവമേ, 2-3 പെമ്മക്കളുള്ള തന്താരി എങ്ങനെ ജീവിച്ചിരിക്കണമെന്നാ ഞാൻ ആലോചിക്കണം. അതെ അതെ അതെ, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കി. നിങ്ങൾ പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതി. വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തി തരും. ഞാനല്ലേ വെഡിങ് പ്ലാനർ. പിന്നെന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇതാണ് ഞാൻ പറഞ്ഞ സീതൾ. ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമുണ്ട്. ഒന്ന് സാറ് വേണ്ട രീതിയിൽ ഒന്ന് ചെയ്തു. പിന്നെന്താ, ഇരിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ പറയും സാറേ, ആരുടെയാണ് കല്യാണം? കല്യാണം എൻ്റെ മോളുടെ തന്നെയാണ്. അപ്പം അത് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ രാഘവേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര വലിയൊരു ബഡ്ജറ്റിലല്ല വന്നിട്ടുള്ളത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. മോളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ വെഡിങ് പ്ലാനറാണ്. നമ്മുടെ ബഡ്ജറ്റ് എന്താ വെച്ചാൽ ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഈ കല്യാണം നടത്താം. അതേ വേണ്ടു. അല്ലേ? അതാ വേണ്ടു. എങ്ങനെയുണ്ട് ചെക്കൻ്റെ വീട്ടുകാര്? ചെക്കൻ്റെ വീട്ടുകാരുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ടൊന്നും നമുക്ക് എന്തായാലും സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതൊക്കെ അത്രയും വലിയൊരു ഹൈ ലെവലിലുള്ള രീതിയൊക്കെയാണ്. അതൊന്നും ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ പരിമിതിക്ക് അനുസരിച്ചുള്ളൊരു കല്യാണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏട്ടന് എത്ര കുട്ടികളാണ്? എനിക്കൊരു മോളാണ്. ഒരു മോളേ ഉള്ളൂ? മതിയല്ലോ. അയ്യോ, എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ പിശുക്കാൻ നിൽക്കണത്? പിശുക്കല്ല അത്. നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവാൻ. നിങ്ങളേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ്? അത് നിങ്ങൾ എന്നോട് പറയുക. അപ്പം ഞാനൊരു പ്ലാനിങ് അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് മോളുടെ കല്യാണം നടത്താം. കല്യാണം നടത്താൻ നമുക്ക് ഓഡിറ്റോറിയം വേണോ, ഷോപ്പിംഗ് മാള് വേണോ, ദ്വീപ് വേണോ, കടലിൽ വെച്ച് ഞാൻ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി മസ്റ്റാണ്, വീഡിയോഗ്രാഫി മസ്റ്റാണ്.
ഇതൊന്നും ഒഴിച്ചുകൂടാനാവില്ല. ഇനി ഇതിനും പുറമെ അതിഥികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നമുക്ക് നല്ല പെൺകുട്ടികളെ നിർത്തണം. അതിഥികളെ സ്വീകരിക്കാനൊക്കെ ഞങ്ങൾ കുടുംബക്കാരും ബന്ധുക്കളും ഉണ്ടല്ലോ, പിന്നെന്താ? ഈ കരിഞ്ഞുണങ്ങിയിട്ട് അന്നം കിട്ടാതെ കിടക്കണ ബന്ധുക്കളൊക്കെ പാടെ നിരത്ത് നിർത്തി കഴിഞ്ഞാലേ കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് ഭ്രാന്ത് വരും. കല്യാണം എന്ന് പറഞ്ഞാൽ കേട്ടാ അതിനൊരു പ്രൗഢി ഉണ്ട്, അങ്ങനെയുള്ള പ്രൗഢിയോട് കൂടി നടത്തണം. എന്നിട്ട് ഈ ആൾക്കാരെ കൊണ്ട് തന്നെ പറയിക്കണം ശീതള സാറിന്റെ മോളുടെ കല്യാണം ഗംഭീരായി എന്ന്. വേണ്ടേ? ഇല്ലെങ്കിൽ ഇവരെന്നെ പറയും നാളെ എന്ത് കല്യാണം, ഏതോ അടിയന്തരത്തിന് പോയിട്ട് ചോറിണ്ട് പോകുന്ന പോലെ ആയുള്ളൂ എന്ന്. അത് മോശമില്ലേ? ഇതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കല്യാണം നടത്തണം വെച്ചാൽ ഏകദേശം എത്ര വരും? അത് ഇപ്പൊ ഇത് എല്ലാം കൂടെ വരുവാണെങ്കിൽ ഏകദേശം ഒരു 850 റുപ്യ ആവുകയെ. 90,000. 90,000 അല്ല, 9 ലക്ഷം. ഞാൻ എന്നാല് കുടുംബക്കാരായിട്ടൊന്ന് ആലോചിച്ചിട്ടേ. പിന്നെ ഏട്ടാ, നിങ്ങളുടെ മോളുടെ കല്യാണത്തിന്റെ കാര്യമാണിത്. ചെക്കൻ്റെ വീട്ടുകാർ നല്ല സാമ്പത്തിക ശേഷിയുള്ളതാണെന്നല്ലേ പറഞ്ഞു നിങ്ങൾ? അവരെക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ കൊച്ചിനെ അവിടേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവരോട് കടപിടിക്കുന്ന രീതിയിലെങ്കിലും നിങ്ങൾ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ കുഴപ്പമുണ്ട്. നിങ്ങളുടെ കുട്ടി ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ വീട്ടുകാരിട്ട് കുത്തും, കുട്ടിയെ കൊണ്ട് പാത്രം കഴിക്കും, വീട് അടുപ്പിക്കും, പിന്നെ അടുത്ത വീട്ടിലുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ എന്തൊക്കെ പണിയുണ്ടോ ആ വീട്ടിൽ അത് മുഴുവൻ അവളെ കൊണ്ട് ചെയ്യിക്കും, ഇട്ട് ദ്രോഹിച്ചു കൊണ്ടേയിരിക്കും. ആ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും കടുകை ചെയ്തെന്ന് വരും, ചിലപ്പോൾ കെട്ടി തൂങ്ങി ചാവുക, അല്ലെങ്കിൽ വണ്ടിക്ക് തലവയ്ക്കുന്നതിലും ചെയ്യും. നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ വരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇത് എന്തെങ്കിലും കുറച്ച് കൊണ്ടുവരാൻ അത് നമുക്ക് നോക്കാം, അത് നോക്കാം. ഇതിപ്പോ ഈ പറഞ്ഞതിൽ എല്ലാതൊന്നും നമുക്ക് വേണ്ടി വരില്ല. ഈ മറ്റേ ഉടുപ്പിട്ട കുട്ടികളും പെൺകുട്ടികളും അതൊന്നും വേണ്ട. സാധാരണ പുറത്തുനിന്ന് ഇറക്കുക ചെയ്യുക, ഹോളിവുഡിൽ നിന്ന്. അത് വേണ്ട, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വിളിക്കാം, നല്ല കുട്ടികളുണ്ട്. ഞാൻ ഈ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളതുകൊണ്ടുള്ള കല്യാണം ഞാൻ ഒരു 1000-600 പേർക്ക് ഭക്ഷണം പിന്നെ നിങ്ങൾ അങ്ങനെ പറയണത്? അതാ ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ ലക്ഷങ്ങളുടെ കണക്കൊന്നും എനിക്ക് അതൊന്നും വലിയ. ഞാനിപ്പോ ലാസ്റ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോയിന്റ് ആണത്. ഞാൻ ഇന്നലെ വിളിച്ച് പറയും കേട്ടോളെ, കാരണം ഡേറ്റ് വേറെ ആളുകൾ ബുക്ക് ചെയ്യണ്ടേ. ഓ ആയിക്കോട്ടെ, ശരി. ഏട്ടാ എന്താ നിങ്ങൾ കാട്ടണേ? നിങ്ങളുടെ ആരാവാൻ പോണ കുട്ടിയായത്? ഞാൻ ഭാര്യയാക്കാൻ പോണ അല്ലേ? മഴ ആകെ പെയ്ത് നിങ്ങൾ മാറി നിൽക്കുക, ഞാൻ കാണിച്ചു തരുന്നില്ല. അതുപോലെ ചെയ്യും നിങ്ങൾ വേഗം. അതെ, കരിമീൻ കുരുവി എന്നുള്ള പാട്ടാണ് നമ്മൾ ഇവിടെ ഇടാൻ പോണത് കേട്ടോളേ. അപ്പൊ അതിന്റെ ആ ഒരു ഫീലിരിക്കണം. ചെയ്യുന്ന നോക്ക്. ഞാൻ ചെയ്തോളാം, എനിക്കറിയാം. അങ്ങനെ നോക്കി ചെയ്യേ, ഇല്ലാണ്ട് എന്താ നിങ്ങൾ കാട്ടണത്? ഇരിക്കേ. അതെ, ഈ വയറക്കുള്ളിലേക്ക് തള്ളി പിടിക്കുക, വിഷ്വല് കണ്ട ഭയങ്കര ബോറാണ്. അതാ പറഞ്ഞു. ആക്ഷൻ. മതി മതി മതി. ഓക്കെ, കട്ട്. റെഡി, എടുക്കാം. ആക്ഷൻ. എന്താണ് കുന്തം. നിങ്ങൾ നടന്നു വരും, രണ്ടുപേരും കൂടെ ചേർത്ത് പിടിച്ചിട്ടേ. ചേട്ടാ നനഞ്ഞ എനിക്ക് പനി വരും, കല്യാണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അവന്റെ മോത്ത കുറ്റി നോക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടന്നു വരികേട്ടാ. എന്താ എങ്ങനെ നടക്കണം? ആ കായലോട് ചേർന്ന് ഇങ്ങോട്ട് വരേ. താഴെ പോവോ? താഴെ പോണം, പോട്ട്. എനിക്ക് പേടിയാവണം. എന്റെ നടത്തം നോക്ക്. എന്താ മോന്റെണ കടുതൽ കുത്തിയ മാതിരിയാണ്. ഇതിപ്പോ എന്റെ പേര് പോണ പോലെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ തലക്കകത്ത് എന്താണ് ഏട്ടാ? അയ്യോ, നിങ്ങളുടെ ഭാര്യ ആവുമ്പോൾ കുട്ടിയല്ലേ? അപ്പൊ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ചിരിച്ചിട്ടൊക്കെ നടന്നു വരണ്ടേ? ഓ, ഇരുട്ടി തുടങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ എടുത്താ ഒന്നും പതിയില്ല. നമുക്ക് നാളെ വെളുപ്പിന് 5 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. നാളെ എന്തൊക്കെ എടുക്കണേ? നാളെ ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്. എല്ലാം കൂടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലേ ഒന്നും പറ്റുന്നില്ല. അതാണ് മിസ്റ്റർ മന്മഥൻ, നിങ്ങളുടെ സെലക്ഷൻ ഓക്കെ. പക്ഷെ മോളുടെ കാര്യം കെട്ടപ്പോക. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ,
വള്ളത്തിൽ പോകുന്നതിന്റെ ഒരു സാധനം വെച്ചാൽ അവനെ വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല. അതല്ലേ നീ അവന്റെ മുഖം നോക്കിയില്ലേ? ചിരിക്കാൻ പറഞ്ഞപ്പോ വരുന്നില്ല. ഒന്നും വരുന്നില്ല. നമുക്ക് ആ പെൺകുട്ടിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ആ പെൺകുട്ടിനെ മാത്രമേ ക്ലോസ് ഒക്കെ വെച്ച് അതാ നല്ലത്. എടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തൂടെ? ഇല്ല, ഇനി ഇപ്പൊ ഒന്നും എടുക്കാൻ പറ്റില്ല. രാവിലെ എന്താ വെച്ച് കഴിഞ്ഞാല് രാവിലെ ഈ വേറൊരു കാര്യമുണ്ട്. ഒന്നാമത് നിങ്ങൾ കാണിക്കുന്ന ഇമോഷൻസ് ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല. പിന്നെ വെളിച്ചം കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ എന്നല്ലേ പറയുക? ഇതില് മീൻ പിടിക്കുന്ന ഒരു ഇത് എടുത്താലോ ഏട്ടാ? ഏതില്? ഇതില് ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഇത് വലക്കണത് കാരണം നിങ്ങൾക്ക് നടന്നു വരാൻ വയ്യ. നിങ്ങളാണ് മീൻ പിടിക്കുന്നത്. വള്ളം തുഴയണതൊക്കെ എടുക്കായിരുന്നു. അതൊക്കെ എടുക്കാം. അത് നമുക്ക് എന്തായാലും ചെയ്യാം. പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ അല്ല കുഴപ്പമില്ല, നിങ്ങളുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ആ കുട്ടിയുടെ എടുക്കാം. അതാ നല്ലത്. എന്നെ വരില്ലേ? അല്ല ഫ്രെയിം നന്നാവണ്ടേ? ഫ്രെയിം കൂടി നന്നാവണല്ലോ കേട്ടോളെ. അപ്പൊ ശരി, എന്റെ ഡൂപ്പ് ഇടാൻ പറ്റുമോ? ഡൂപ്പൊന്നും വേണ്ട, ആക്കെ നിങ്ങൾ തന്നെ ചെയ്യും. നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോളെ. സമയം എത്രയും നോക്കിയോ? 12 മണിക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ 1:30 മണിക്ക് അവരിറങ്ങി. ഇനി അവരിവിടെ വന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് ടൗൺ ഹാളിൽ എത്തുമ്പോഴേക്ക് സമയം എത്രയാവും? സമയം എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് തെറ്റിച്ചേക്കല്ല. അതെങ്ങനെ തെറ്റിക്കുക? ലക്ഷക്കണക്കിന് ഉറുപ്പിക ഞാൻ മുടക്കിന്ന്. ഈ പഞ്ചായത്തിൽ തന്നെ ഈ കല്യാണം കണ്ട ജനങ്ങൾ ഇങ്ങനെ എന്നും സംസാരിച്ചോണ്ടിരിക്കണം, ഞെട്ടണം, വെറൈറ്റി ആയിരിക്കണം കല്യാണം. അതെ. പിന്നെ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് പെണ്ണിനും ചെക്കനും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ ചെയ്യണം. അത് വെറൈറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മലപ്പുറത്ത് ഒരു ഇവന്റ് നടത്തി. അവിടെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൽ ചെക്കനും പെണ്ണിരിക്കുന്ന സമയത്ത് ചെക്കൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തിൽ കോഴിമുട്ട കൈ കൊടുക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുക, ഓരോരുത്തരും ഓരോന്ന് തലയിൽ വെച്ച് അടിക്കുക കോഴിമുട്ട. വളരെ നല്ല വെറൈറ്റി. അത് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കും. അത് ശരി. ഒരു വെറൈറ്റി ഇല്ല, അതല്ല സാധാരണ ഔട്ട് ഓഫ് ഫാഷൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മുട്ടക്ക് പകരം തേങ്ങ ചെക്കൻ്റെ തലക്കടിച്ചു പൊട്ടിക്കാം. എന്ത് തേങ്ങയാണ് നീ പറയുന്നത്? ചെക്കൻ്റെ തല പൊട്ടിയ നീ സമാനം പറയും? അതൊന്നും പറ്റില്ല. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേറൊരു ഐഡിയ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ചെക്കൻ്റെ പെണ്ണിൻ്റെ മീറ്ററത്തേക്ക് മൊത്ത കരിയോല് തവാ. ഞാൻ എൻ്റെ ആയിരങ്ങൾ വില പിടിക്കുന്ന ഡ്രസ്സാണ് ചെക്കട്ടേക്കണത്. അതിന് ആശാവില്ലേ? എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? നിങ്ങൾ ആരും തല പുകയണ്ട. ഇതുവരെ ആരും കാണാത്തൊരു വെറൈറ്റി വേണമെന്നല്ലേ ഉള്ളൂ. അതെന്താ വേണ്ടെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഇവിടുന്ന് ഈ വണ്ടിയിലല്ല, വേറെ പരിപാടി. എന്തിനാ ഞങ്ങൾ ഇവിടെ ഇറക്കിയ? എടാ, ഇനി നമ്മൾ പോണത് ഈ കാറിലൊന്നല്ല. ഇനി പെണ്ണും ചെക്കനും പോകുന്നത് ബെൻസിലാണ്. സത്യം? ആടാ, സമ്മതിച്ചു അമ്മാവനെ. എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. എവിടെ അപ്പൻ്റെ അടുത്തൊരു കാറ് വെച്ചിട്ട് തന്നില്ല. നമ്മളിനി പോണത് ബെൻസിലാണടി. ഇതാരാ അറേഞ്ച് ചെയ്തേക്കണേ? ഇതിനാണാ? സമ്മതിച്ചിട്ടാ. നിങ്ങൾ ഈവന്റ് കലക്കി ഞാൻ ഒരുപാട് വർക്ക് വരുന്നു. നമ്മൾ എത്രയോ ചെയ്തതാണല്ലേ. ഇത് കേറിയിരിക്കണ പറഞ്ഞ പോലെ ബെൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ കേറിയിരിക്കണ റെഡി, ബാൻഡ് സ്റ്റാർട്ട്.
ഒരു പണി വന്നിട്ടുണ്ട്. എന്താ സാർ? നാളെ ഒരു മന്ത്രി വരുന്നുണ്ട്. നമ്മുടെ ബൈപ്പാസിൽ ഏതൊരു ആശുപത്രിയുടെ തറക്കല്ലിടലിട്ടാണ്. അപ്പൊ 10 പോലീസുകാരെ വിട്ടുകൊടുക്കണം എന്നാണ് പ്രൊട്ടസ്റ്റിന്. 10 പേര് ഇവിടെ ഉണ്ടാവില്ല സാർ. ഇവിടെ ഇപ്പൊ എത്ര ആളുണ്ട് ഡ്യൂട്ടിയിൽ? ഇവിടെ ഞാൻ കൂടാതെ സുദേവനും രമേശും അല്ലേ ഉള്ളൂ. 3 ആളേ ഉള്ളൂ. 3 ആളേ ഉള്ളൂ. അപ്പൊ നാളെ 11 മണിയാകുമ്പോൾ നിങ്ങൾ 3 ആളുണ്ട് പോയിക്കോളി. ശരി സാർ. അപ്പൊ ഇവിടെ ഇപ്പൊ ആരുണ്ടാവൂടോ? സാറ് നേരത്തെ വന്നില്ലെങ്കിൽ ഇത് പൂട്ടിയിടേണ്ടി വരും. പോലീസ് സ്റ്റേഷനോ? അത് വേണ്ട, ഞാൻ നേരത്തെ വന്നോളാം. ശരി സാർ. കേട്ടോ, വരാന്നാ പോഞ്ഞു. ഹലോ, പോലീസ് സ്റ്റേഷൻ. ആ എസ് ഐ മൊയ്തു വേണം. ആരാണ്? എന്താ കാര്യം പറയ്. ബ്ലോക്കോ? കല്യാണോ? കല്യാണം വരുന്നതിന്റെ പേരിൽ റോഡ് ബ്ലോക്കായി. എവിടെയത്? 1 മണിക്കൂറായി കിട്ടും. വരുന്നെങ്കിൽ ഞാൻ ആളെ വിടാം. ആളുകൾക്ക് വഴി നടക്കുന്ന റോഡിലാണ്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്താ എന്താ ഇത്? നിങ്ങളുടെ ചക്കന്റെ അമ്മാവനാ. സാറേ അവരെ കൊണ്ടുവന്നിട്ടാ. അവരെ ഒരു ആദ്യമായിട്ടായിരിക്കും ഭരണവും പദവും കല്യാണം കഴിഞ്ഞിട്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലേ? ആ കണ്ണട കൊണ്ടോ? ഇവിടെ വെയിലുണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് വരാൻ. കണ്ണട വെച്ച ആളെന്നല്ല, കണ്ണട വെച്ച ആള് റോട്ടില് പടക്കം വെച്ച് പൊട്ടിക്കായിരുന്നു. പടക്കം പൊട്ടിക്കും? ഗുണ്ട് വെച്ച് പൊട്ടിക്കായിരുന്നു റോട്ടില്. മറ്റേ അമ്മാമൻ. ഓ, അമ്മാവനാണ് നടു റോട്ടിൽ വെച്ച് ഗുണ്ട് പൊട്ടിക്കും. ഇന്നെന്താ വിഷു നിങ്ങൾക്ക്? ഞാൻ ഗുണ്ട് പൊട്ടിച്ചല്ല, ഈ പൂത്തിരി ഇല്ലേ, പൂത്തിരി കത്തിച്ചു. അത് പകല് നല്ല രസം ഉണ്ടാവുമല്ലോ കാണാൻ അല്ലേ? നിങ്ങളാരാ അവരെ? നിങ്ങളാരാ? ഞാനാണ് ഈ കല്യാണം നടത്തി കൊടുത്താള് സാറേ. കുട്ടീൻ്റെ അച്ഛനാണോ? കുട്ടിയുടെ അച്ഛനല്ല, ഇവരെ കല്യാണം നടത്തിയത് ഞാനാണ്. ഞാൻ ഈ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന ആളാണ്. സാറേ ഈ മര്യാദ ഒന്നും ഇവനുണ്ടായില്ല. കുടിച്ച് കൂത്താടായിരുന്നു റോട്ടില്. എന്താ പറയുന്നത്? കുടിച്ചിട്ടൊന്നുമില്ല സാറേ ഞാന്. അല്ല, ഇപ്പൊ ഈ ഇവന്റ് മാനേജ്മെന്റുകാരാണല്ലോ കമ്പനിയിൽ കല്യാണമൊക്കെ നടത്തി കൊടുക്കണേ. ഇവർക്ക് വേണ്ട ഈ പടക്കവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് നിങ്ങൾ വയ്ക്കും. അല്ല സാറേ, അത് ഞാനല്ല. ഞാൻ പടക്കം പൊട്ടിക്കാൻ നിൽക്കുമ്പോഴേ ഈ സാറിന്റെ അടുത്ത് പറഞ്ഞതാണ്, നട റൂട്ടിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഇനി പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇൻസ്പെക്ടർ അടുത്ത് ചോദിച്ചിട്ട് പെർമിഷൻ കിട്ടണമെങ്കിൽ മാത്രം മതി. ചോദിച്ചാൽ സാറ് സമ്മതിക്കും, തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് പറഞ്ഞു. സാറാണ് എന്ത് ഇൻസ്പെക്ടർ പോട്ടെ, നിങ്ങൾ ആദ്യം പൊട്ടിക്കുകയും പറഞ്ഞു. അങ്ങനെ അങ്ങനെയല്ല പറഞ്ഞു. ഇവർക്ക് ഇത്രയും പരിചയം ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം കൂട്ടി പറയായിരുന്നു സ്റ്റേഷനിൽ അതിന്റെ അനുമതി മേടിക്കണമെന്ന്. എന്നാ ഞാൻ സാറിനെ വന്ന് കണ്ട് ആരും അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ തന്നെ. എന്ത് എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഈ കാര്യം നടക്കാൻ എല്ലാവരും ഇങ്ങനെ തരുമല്ലോ. അങ്ങനെ മേടിക്കുന്ന ആളല്ല ഈ എസ് ഐ മൊയ്തു. സോറി സാർ, ഇല്ല. ഓരോ തോന്നിയാസങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇവിടെ വന്ന് ന്യായീകരിക്കാൻ നിൽക്കണ. ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഇയാളാണ്. ഒരു അമ്മാവനാണ് അല്ലേ? പ്രായത്തിൽ ഇവരൊക്കെ മൂത്ത ഒരാളാ. മാനമര്യാദയ്ക്ക് കല്യാണം നടത്തി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ നിങ്ങളാണ് ഈ കുട്ടികളി കളിക്കുന്നത്. അല്ല, ഈ കാലം മാറുമ്പോ നമ്മൾ കാലം മാറുമ്പോ നിങ്ങൾ തുള്ളണ്ട, ചെറുപ്പക്കാർ തുള്ളിക്കോളും.
ഇവനാരാ? ഇവനാണ് സാറേ കല്യാണം ചെക്കൻ. ഇവനാണ് ഇവിടെ കല്യാണം കഴിച്ചത്. അതല്ലടോ, ആ പുറകിലിങ്ങനെ ചങ്ങായി ഏതാണ്? അവനാ സാറേ, അവനൊരു വണ്ടിയിൽ ഫുള്ള് കൊണ്ടുവന്ന് വെച്ചിട്ടേ തുള്ളണവർക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഓ, മൊബൈൽ സർവീസ്. ഇല്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടാ. ഞാൻ ഈ കല്യാണം ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഒരു ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തു. കല്യാണം കൊഴിപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും മദ്യം ഒഴിച്ചു കൊടുത്തോ? ഇല്ല സാറേ, ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്ത ബുദ്ധി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത. നല്ല ആർക്ക് പറഞ്ഞു കൊടുത്ത്? അമ്മാവന്, സൂതമ്മാവന്. എല്ലാത്തിന്റെ സൂത്രധാരൻ അമ്മാവനാണ് അല്ലേ? നിന്റെ തലം കാത്തി നിൽക്കണം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ പവിത്രമായ ഒരു കാര്യ. സാറേ എന്തുണ്ടായത്? എന്തുണ്ടായി? ഓ, അപ്പൊ നിങ്ങളാണ് ഈ കുട്ടിയുടെ അച്ഛൻ? അതെ. അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞിട്ടാ കുലുമാൽ മുഴുവൻ ഉണ്ടാക്കിയത്? എന്റെ പൊന്ന് സാറേ, താലികെട്ടും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എന്തുണ്ടായെന്ന് എനിക്കൊരു പിടുത്തമില്ല. പിന്നെ എന്താ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞുതരാം. റോട്ടുമേല് തോന്നിവാസം കളിക്കേനി വരും. റോട്ടുമേല് പടകം പൊട്ടിക്കുക, റോട്ടുമേൽ കൂടെ കള്ള് വിതരണം ചെയ്യുക. ഒരു ന്യൂ ജനറേഷൻ കല്യാണം പറഞ്ഞിട്ട് റോട്ടുമേൽ എന്ത് തോന്നിയാസം കളിക്കുക? ആരംഗങ്ങൾക്ക് അനുവാദം തന്നു? സാറേ, ഞാൻ ഈ ആയുസിൽ മുഴുവൻ സമ്പാദിച്ച് ചെലവഴിച്ചിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. എന്റെ മോളെ നല്ലൊരു രീതിയിൽ ഇറക്കി വിടാം. എനിക്ക് അധികം ആളുകളൊന്നും പറയാനില്ലാത്തോണ്ട് ഞാൻ ഇയാളെ ഞാൻ കാര്യങ്ങളെ ഏൽപ്പിച്ചാണ്. ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ ഈ കല്യാണം നടത്തുന്നത്. ഏട്ടാ, നിങ്ങൾ എന്താ ഈ പറയണത്? വെറുതെ ഞാൻ അതിൽ കുറ്റക്കാരനല്ല. പിന്നെ അല്ലാതെ അപ്പൊ നിങ്ങളല്ലേ ഇവരുടെ പൈസ മുഴുവൻ വാങ്ങിയിട്ട് കല്യാണം നടത്തി കൊടുത്താള്? അതെ സാറേ, ഈ സാറ് പറഞ്ഞു ചെക്കന്റെ വീട്ടുകാരോട് ചോദിച്ചിട്ട് ആഘോഷങ്ങൾ എന്തൊക്കെ വേണ്ടിച്ചാ നന്നായിട്ട് ചെയ്തു കൊടുക്കുക പറഞ്ഞു. എന്റെ ഗതികേടിന് വീട്ടിലെ വയസ്സ് മൂത്ത ഒരാളാണല്ലോ, ഒരു കാർന്നവരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ഇയാൾക്കാണെങ്കിൽ കള്ളം കുടിക്കണം, പടക്കം പൊട്ടിക്കണം, പിന്നെ ചണ്ടിയും കൊട്ടണം. ഈ പഞ്ചായത്തിൽ ഇതുപോലെ ഒരു കല്യാണം ഉണ്ടാവാൻ പാടില്ലെന്നാ പറഞ്ഞത്. ഈ പഞ്ചായത്തിൽ ഇനി ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടാവില്ല. ഇത് അവസാനത്തെ കല്യാണം. എന്റെ പൊന്ന് സാറേ, ഇവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ മാപ്പ് വെക്കണം. സാറിന്റെ കാല് ഞാൻ പിടിക്കാം. എങ്ങനെയെങ്കിലും പറ്റുള്ളൂ ഒന്ന് പറഞ്ഞു വിടണം. കല്യാണ ദിവസമായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറാന്ന് പറഞ്ഞ. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് കല്യാണം നടത്താൻ ആഘോഷിക്കാൻ എന്തും ആവാം, പക്ഷെ അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാവരുത്. അല്ലെങ്കിൽ നമ്മൾ റോട്ടുമില് ബ്ലോക്കിന്റെ ബഹളാണ്. രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന ബ്ലോക്ക്, ഓരോ മതവിഭാഗങ്ങൾ ഉണ്ടാക്കുന്ന ബ്ലോക്ക്, ഇതിനൊക്കെ പുറമെയാണ് ഇപ്പൊ ന്യൂ ജനറേഷനായി നിങ്ങൾ കണ്ടെത്തിയ കല്യാണ ബ്ലോക്ക്. ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ പുതിയ തലമുറയല്ലേ, ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചൂടെ? മായം